2 ആഴ്ച മുൻപ് അമ്മാമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ യൂറിൻ കൺട്രോൾ ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആയിട്ടപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആണ് കാരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി അതൊക്കെ ഒരുവിധം ശരിയായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പാപ്പനും അമ്മാമ്മയായിട്ടുള്ള വലിയൊരു അടി നടക്കുകയാണ്. അപ്പോൾ അപ്പാപ്പൻ ഇങ്ങനെ അമ്മാമ്മേനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മ വെള്ളം കുടിക്കില്ല, അപ്പോൾ ആൾക്ക് മുട്ടിന് തേയ്മാനായിട്ട് സർജറി ഒക്കെ കഴിഞ്ഞത്, അപ്പോൾ അതിൽ പിന്നെ ബാത്റൂമിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ആൾ നൈസായിട്ട് വെള്ളം കൂടി ഒഴിവാക്കാണ്. അപ്പാപ്പൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഉടനെ അമ്മാമ്മ ചോദിച്ചു, അപ്പാപ്പൻ വെള്ളം കുടിക്കണില്ലല്ലോ. അപ്പൊ ഞാനിത് കേട്ടിട്ട് എനിക്ക് ചിരി വന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പാപ്പനോട് ചോദിച്ചാൽ അതെന്താ അപ്പാപ്പൻ വെള്ളം കുടിക്കാത്ത? അപ്പൊ ഉടനെ അപ്പാപ്പൻ പറയാം, അതിന് പെണ്ണുങ്ങൾക്കല്ലേ UTI വരിക, ഞങ്ങൾക്കൊന്നും വരില്ലല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, അതൊരു തെറ്റായ ധാരണയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ നാട്ടിലുള്ള എല്ലാവർക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡും ഈ ഒരു ഐഡിയയിലാണ് അവര് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ക്ലിനിക്കിൽ വരുന്ന എല്ലാവർക്കും ഇതിനെക്കുറിച്ച് UTI ആയി വരുന്ന ആൾക്കാരോട് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും.